രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിൻ്റെയും ഹിറ്റ്ലർക്ക് മുകളിൽ ഫാസിസത്തിന് മുകളിൽ സോവിയറ്റ് ചെമ്പട വിജയം നേടിയതിൻ്റെയും 80-ാം വാർഷികം ലോകത്താകെയുള്ള അധ്വാനിക്കുന്ന വർഗം ഇന്ന് ആഘോഷിക്കുകയാണ്. ലോകം വറപ്പിച്ച ഏകാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലർ 1945 ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി തന്നെ ചെമ്പടയുടെ മുന്നിലുള്ള സോവിയറ്റ് യൂണിയന് മുന്നിലുള്ള തൻ്റെ പരാജയം ഏകദേശം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോവിയറ്റ് ചെമ്പട ഫാസിസത്തിന് മുകളിൽ വിജയ പതാക ഉയർത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തുമ്പോൾ ഹിറ്റ്ലർ ചെയ്തത് കഴിഞ്ഞ 16 വർഷക്കാലമായി തൻ്റെ കൂടെ ഏറ്റവും വിശ്വസ്തയായി നിലകൊണ്ട ഇവ ബ്രോൺ എന്ന തൻ്റെ കാമുകിയെ വിവാഹം കഴിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറെടുക്കുകയായിരുന്നു. ഇനി അധികകാല ജീവിതമില്ല, അപ്പോൾ അതുകൊണ്ട് ഇവ ബ്രോണിനെ ഔദ്യോഗിക ഭാര്യയാക്കണം എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ആത്മഹത്യ ചെയ്യാനും അവർ നിശ്ചയിക്കുകയാണ്. ഇവ ബ്രോൺ സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഹിറ്റ്ലർ സയനൈഡിൻ്റെ ഒരു വീര്യം മനസ്സിലാക്കാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്തുനായായിട്ടുള്ള ബ്ലോണ്ടിക്ക് ആദ്യം വിഷം നൽകി. അത് മരിച്ചു എന്ന് ഉറപ്പുവരുത്തി. എന്നിട്ടും ഹിറ്റ്ലർക്ക് സംശയം തീർന്നില്ല. അദ്ദേഹം സയനൈഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ തോക്കെടുത്ത് തലയോട് ചേർത്ത് അമർത്തി വെച്ച് വെടികൊണ്ട് എതിർത്താണ് ആത്മഹത്യ ചെയ്തത്. ലോകം ഉറപ്പിച്ച മറ്റൊരു ഭീകരനായ ബെൻറ്റോ മുസോളിനിയെ വടക്കേ ഇറ്റലിയുടെ അതിർത്തിയായ ഡോങ്കോയിൽ വെച്ച് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ പിടികൂടി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വോൾട്ടോ ഒഡിയോ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ്റെ നേതൃത്വത്തിലായിരുന്നു മുസോളിനിയെയും അയാളുടെ കാമുകി ക്ലാരറ്റ പറ്റാക്കിയെയും വെടിവെച്ചിട്ടത്. പിന്നീട് ഇവരുടെ മൃതദേഹങ്ങൾ മിലാനിൽ തല കീഴായി കെട്ടിത്തൂക്കി പ്രദർശിപ്പിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപതികളെ അവസാനിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നർത്ഥം. ഫാസിസത്തെ ചെറുക്കാൻ, അതിനെ കീഴടക്കാൻ ചെങ്കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് രണ്ടാം ലോക മഹായുദ്ധാനന്തരമുള്ള സംഭവങ്ങൾ സാക്ഷ്യമാണ്. ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് ഭീകരത സോവിയറ്റ് ചെമ്പടക്ക് മുന്നിൽ പരാജിതമായിട്ട് 8 ദശകങ്ങൾ പിന്നിടുമ്പോൾ ഫാസിസം എന്ന ഭീഷണി പുതിയ രൂപങ്ങളിലായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുകയാണ്, വളർന്നു വരികയാണ്. ഫാസിസം പടർത്തുന്നതിന് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും മാതൃകകൾ പുതിയ രൂപത്തിൽ ഇന്ത്യയിൽ സംഘപരിവാരും തുടരുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ വെറുപ്പ് പടർത്തി വർഗീയ ചേരിതിരിവ് ശക്തമാക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നത്. ഹിറ്റ്ലർ ജൂതരെയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ മോഡി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യം വെക്കുന്നു, അവരെ വേട്ടയാടുന്നു എന്നുള്ളതാണ് വ്യത്യാസം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ കടുത്ത അസഹിഷ്ണുതയോടുകൂടി കടന്നാക്രമണങ്ങളെല്ലാം സൃഷ്ടിച്ച് അതിൻ്റെ അടിത്തറയിൽ ഒരു നവ ഫാസിസ്റ്റ് ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് മോഡിയും RSSും സംഘപരിവാരും എല്ലാം കൂടി ഇന്ത്യ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം എന്ന് പറയുന്നത്. ഇതിനെതിരെ ജാഗ്രതയോടുകൂടി നിലകൊള്ളുകയും പോരാടുകയും ചെയ്യുക എന്ന കടമയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം ഉള്ളത്. ഹിറ്റ്ലറുടെ മുന്നേറ്റത്തെ തടുത്തതും തകർത്തതും ചെങ്കൊടിയാണെങ്കിൽ ഇന്ത്യയിലെയും പുത്തൻ ഫാസിസ്റ്റ് നീക്കങ്ങൾക്കെതിരെ ചെങ്കൊടി തന്നെയാവും. പ്രതിരോധിക്കാനും അതിനെതിരായിട്ടുള്ള പ്രതികരണം നടത്താനും എല്ലാം ഉണ്ടാവുക എന്നുള്ളത് ഇന്ത്യൻ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഉറപ്പാക്കാവുന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ പതനം ലോകത്താകെ വലിയ നിലയിലേക്ക് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ വിമോചന പോരാട്ടങ്ങൾക്ക് വഴിയൊരുക്കുകയുണ്ടായി. കോളനി വാഴ്ചയിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിമോചിതമാവുന്ന സാഹചര്യം ഉണ്ടായി. ഫാസിസത്തിൻ്റെ തകർച്ചയിൽ ലോകത്തെ പങ്കുവെച്ച് ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ്റെ വിജയം മറ്റു പല നിലയിലേക്കുമുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത്. അതായത് തൊഴിലാളികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനും ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നതിനുമെല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഫാസിസത്തിൻ്റെ പരാജയം കാരണമായി എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കോർപ്പറേറ്റുകൾക്ക് ലോകത്താകെയുള്ള വിവിധ നിലകളിലേക്ക് ഹിറ്റ്ലർക്ക് വലിയ സഹായങ്ങൾ നൽകി. വിപുലമായ പിന്തുണയായിരുന്നു
ഹിറ്റ്ലർക്ക് ലോകത്തെ കോർപ്പറേറ്റുകൾ നൽകിക്കൊണ്ടിരുന്നതെന്നർത്ഥം. സമാനമായ വിധത്തിൽ തന്നെയാണ് മോഡിക്ക് അല്ലെങ്കിൽ മോഡി സർക്കാരിന് കോർപ്പറേറ്റുകളിൽ നിന്ന് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ എന്ന് പറയുന്നത്. അംബാനിയും അദാനിയും ഒക്കെയാണ് മോഡിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിമാർ, യജമാനന്മാർ എന്നുള്ള നിലയിലേക്ക് മാറുകയാണ്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മോഡി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പലതും നടപ്പിലാക്കുകയാണ്. മോഡിയെ പോലുള്ള ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുക എന്ന് എല്ലാ കുത്തകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ എല്ലാ നിലയിലും മോഡിയെ സഹായിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം തൊഴിൽ മേഖലയിൽ കുത്തകൾക്ക് അനുകൂലമായി സർക്കാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെയാണ് മോഡിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കോർപ്പറേറ്റുകൾ ശതകോടികൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇറ്റലിയുടെയും അതേപോലെ തന്നെ ബെനിറ്റോ മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും എല്ലാം കാലത്തേതിന് സമാനമായൊരു നിലയിലുള്ള ഫാസിസം അല്ല ഇന്ന് ലോകത്തുള്ളത്. നവഫാസിസം എന്ന് പറയാവുന്ന നിലയിലേക്ക് പുതിയ രൂപത്തിലും ഭാവത്തിലും ഇത് മാറി വരികയാണ്. സാമ്രാജ്യത്വ ആഗോളവൽക്കരണ നവ ലിബറൽ നയങ്ങളുടെ നടത്തിപ്പിലൂടെ പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ രാജ്യത്തും ആധിപത്യം നേടാൻ നവഫാസിസം ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയാവുന്ന കാര്യം. ഫാസിസത്തിനു മുകളിൽ തൊഴിലാളി വർഗം നേടിയ വിജയത്തിൻ്റെ അനുഭവങ്ങൾ ഓർത്തെടുത്ത് നമ്മുടെ രാജ്യത്തെ പോരാട്ടങ്ങൾക്കും ചെറുത്തുനിൽപ്പുകൾക്കും ഈ ഓർമ്മകളെ എങ്ങനെ ഊർജ്ജമാക്കി മാറ്റാനാവുമെന്നാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഇന്ന് ചിന്തിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. രണ്ടാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധം, ഫാസിസത്തിനെതിരായ യുദ്ധം 20-ാം നൂറ്റാണ്ടിലെ അതിപ്രധാനമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു. അതിൻ്റെ ഒരു ആഗോള മാനം പരിഗണിക്കുമ്പോഴും മനുഷ്യജീവനും ഉൽപ്പാദന സംവിധാനങ്ങൾക്കും ഉണ്ടായ വലിയ നിലയിലേക്കുള്ള നാശനഷ്ടങ്ങൾ നോക്കുമ്പോഴുമെല്ലാം ഈ യുദ്ധം പോലെ മറ്റൊന്ന് ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ലോക മുതലാളിത്ത വ്യവസ്ഥയും സാമ്രാജ്യത്വ ശക്തികളും അഭിമുഖീകരിച്ച ഏറ്റവും മോശമായ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ലോകമഹായുദ്ധം നടന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു മൃഗീയ ശക്തിയായിരുന്നു ഫാസിസം എന്ന് പറയുന്ന പ്രതിഭാസം. അതിൻ്റെ ജർമ്മൻ രൂപമായ നാസിസവും ഏറ്റവും വലിയ ഭീകരത തന്നെയായിരുന്നു. 1ാം ലോക മഹായുദ്ധം ഒരു പുതിയ സാമൂഹ്യ ക്രമത്തിന് ലോകത്തിന് മുന്നിൽ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അത് റഷ്യയിലെ സോഷ്യലിസ്റ്റ് വിപ്ലവമായിരുന്നു. സോഷ്യലിസ്റ്റ് സമ്പദ്ഘടന കെട്ടിപ്പടുക്കുന്നതിൻ്റെ തുടക്കമായിരുന്നു. സാമ്രാജ്യത്വ വൈരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമായിരുന്നു 1ാം ലോക മഹായുദ്ധം എന്ന് പറയാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം അല്ലെങ്കിൽ അരങ്ങ് യൂറോപ്പായിരുന്നു. പശ്ചിമേഷ്യയുടെ ഒരു ഭാഗവും ഇതിൻ്റെ പങ്കാളിയായിരുന്നു. ഈ യുദ്ധത്തിൽ ദശലക്ഷക്കണക്കായ സൈനികരാണ് കൊല്ലപ്പെട്ടത്. യൂറോപ്പിലെ ഭിന്നചേരികളിലുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ അതിർത്തിയുടെയും വിഭവങ്ങളുടെയും പേരിൽ നടത്തിയ ലക്ഷ്യബോധമില്ലാത്ത യുദ്ധമായിട്ടാണ് ഇതിനെ പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ വൈരുദ്ധ്യം തുടരുകയും 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങളുടെ ഇടവേളകളിൽ ഇത് മൂർച്ഛിക്കുകയും ചെയ്തതാണ് 2ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ എത്തിച്ചത്. 1ാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ശേഷം 1919 വാഴ്സയിൽ വെച്ച് ഏറ്റവും അപമാനകരമായ ഒരു ഉടമ്പടിയിലാണ് ജർമ്മനിക്ക് ഒപ്പുവെക്കേണ്ടി വന്നത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനും ഒക്കെയുള്ള അവസരം കാത്തു നിൽക്കുകയായിരുന്നു ജർമ്മനിയും അവിടുത്തെ കപട ദേശീയവാദികളായ നേതാക്കന്മാരും എല്ലാം. 1930കളുടെ മറ്റൊരു സവിശേഷത, ഒരു 30കളുടെ ഒരു പകുതിയോടുകൂടി തന്നെ മുതലാളിത്തത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി, മഹാമാന്ദ്യം ആ കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു. അതിൻ്റെ ഭാഗമായി പല രാജ്യങ്ങൾക്കകത്തും രൂപം കൊണ്ട രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റുകളെ മറിച്ചിടുന്ന നിലയിലേക്കെല്ലാം എത്തി. ജർമ്മനിയിലും ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഹിറ്റ്ലർക്കും നാസി പാർട്ടിക്കും ഒക്കെ അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു. ജർമ്മൻ ബൂർഷ്വാസിയിലെ ഏറ്റവും പിന്തിരിപ്പൻ വിഭാഗങ്ങൾ മുഴുവൻ അവരുടെ ഒരു വർഗാധിപത്യം നിലനിർത്താൻ ഏത് നിലയിലുമുള്ള കടുത്ത മാർഗങ്ങളും സ്വീകരിക്കാൻ അക്കാലത്ത് തന്നെ തയ്യാറായിരുന്നു. ധനമൂലധനത്തിൻ്റെ ഏറ്റവും പിന്തിരിപ്പനും ഏറ്റവും സങ്കുചിതവും ഏറ്റവും സാമ്രാജ്യത്വപരവുമായ എല്ലാ ഘടകങ്ങളുടെയും പരസ്യവും ഭീകരവുമായ ആധിപത്യമാണ് ഫാസിസം എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫാസിസത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അതുതന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ 30കളിൽ യൂറോപ്പിലാകെ കണ്ടത്. ഫാസിസം നിലകൊണ്ടിരുന്നത് സൈനികമായൊരു ദേശീയവാദത്തിന് വേണ്ടിയിട്ടായിരുന്നു.
അതോടൊപ്പം തന്നെ ജർമ്മനിയുടെ ആര്യൻ വംശാധിപത്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നാസി പ്രത്യയശാസ്ത്രവും ഇതെല്ലാം കൂടി കൂട്ടിച്ചേർന്നാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ വംശഹത്യയിലേക്കും കൂട്ടക്കൊലകളിലേക്കുമെല്ലാം അത് ലോകത്തെ നയിച്ചത്. ഇക്കാലത്ത് സ്പെയിനിലുണ്ടായ ആഭ്യന്തര യുദ്ധം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. 1936 മുതൽ 39 വരെയായിരുന്ന യുദ്ധം നീണ്ടു നിന്നത്. ഒരു ലോകമഹായുദ്ധത്തിൻ്റെ ഒരു ആസന്നത, അതിൻ്റെ ഒരു വരവ് അറിയിക്കുന്ന നിലയിലേക്ക് ഈ സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം മാറുകയുണ്ടായി. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന് സ്പെയിനിലെ ആഭ്യന്തര യുദ്ധവും അതിൻ്റെ തുടർന്നുള്ള സംഭവങ്ങളാണെന്ന് പറയാം. സ്പെയിനിൽ തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ചേർന്ന് റിപ്പബ്ലിക് സർക്കാരിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. റിപ്പബ്ലിക് സർക്കാർ ഭൂപരിഷ്കരണം നടപ്പിലാക്കി, ജനാധിപത്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു, തൊഴിലാളികൾക്ക് അനുകൂലമായ തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം വെച്ച് ഒരു പുരോഗമന സർക്കാരായിട്ടാണ് സ്പെയിനിലെ റിപ്പബ്ലിക്കൻ സർക്കാർ അക്കാലത്ത് നിലകൊണ്ടത്. ഇത് ഇങ്ങനെ ഒരു പുരോഗമന സർക്കാരായത് നിലകൊണ്ടത് തന്നെ സഭ ഉൾപ്പെടെയുള്ള വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾക്കെല്ലാം വലിയ നിലയിലേക്കുള്ള വളറി പിടിപ്പിക്കുന്ന അന്തരീക്ഷം രൂപപ്പെടുത്തി. ഇത് ഒരു വലിയ സംഘർഷത്തിലേക്ക് രാജ്യത്തിനകത്തു മാറി. ഒരു വശത്ത് സോവിയറ്റ് യൂണിയൻ്റെയും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള പുരോഗമന ശക്തികളുടെയും പിന്തുണയോടെ റിപ്പബ്ലിക്കന്മാരും ഇടത് ശക്തികളും എല്ലാം ഒരു ഭാഗത്ത് അണിനിരന്നു. മറുഭാഗത്ത് സായുധ സേനകളുടെ ഏറ്റവും പിന്തിരിപ്പന്മാരായ നേതാക്കന്മാരും ജർമ്മനിയും ഇറ്റലിയും അവരുടെ പിന്തുണയോടുകൂടിയുള്ള ചില നിഷ്പക്ഷ താല്പര്യക്കാരും എല്ലാം കൂടി ചേർന്നായിരുന്നു മറുഭാഗത്തുണ്ടായിരുന്നു. ഇവർക്ക് പിന്നീട് ഇറ്റലിയും ജർമ്മനിയും പരസ്യമായ പിന്തുണ നൽകുകയും മറ്റെല്ലാ സഹായങ്ങളും ചെയ്യുന്ന നിലയും ഉണ്ടായി. പക്ഷേ സ്പെയിനിലെ ആഭ്യന്തര യുദ്ധത്തിൽ രണ്ടാമത്തെ കൂട്ടരാണ് വിജയിച്ചത്. അതോടുകൂടി തന്നെ ജനറൽ ഫ്രാങ്കോയുടെ നേതൃത്വത്തിലുള്ള ഒരു ഏകാധിപത്യ ഭരണകൂടം അവിടെ സ്ഥാപിച്ചു. അവിടെ ഉണ്ടായിട്ടുള്ള ഈ വിജയം ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മനി എല്ലാ ഇടങ്ങളിലും ആധിപത്യം വഹിക്കേണ്ടതാണെന്നുള്ള പ്രചരണം നടത്തി. ആ പ്രചരണങ്ങൾക്കൊടുവിൽ എല്ലാ ഇടങ്ങളിലേക്കും അവരുടെ അധിനിവേശം നടത്താനും തുടങ്ങി. മറ്റ് രാജ്യങ്ങളെ സൈനികമായി കീഴടക്കാൻ ജർമ്മനിയും ഹിറ്റ്ലറും ഒരുങ്ങിയതോടുകൂടിയാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ജർമ്മനി ഇറ്റലിക്കും ജപ്പാനും ഒപ്പം ചേർന്ന് ഒരു ഫാസിസ്റ്റ് അച്ചുതണ്ടിന് രൂപം നൽകുകയുണ്ടായി. രണ്ടാമതൊരു ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ തള്ളിവിട്ടത് ഈ പറയുന്ന ഫാസിസ്റ്റ് അച്ചുതണ്ടായിരുന്നു. ലോകത്തെ ആകെ ഇത്രയും വലിയ ദുരിതത്തിലേക്ക് കൊണ്ടുപോയതെന്നുള്ളതായിരുന്നു ചരിത്രം എന്ന് പറയുന്നത്. 1920 തന്നെ ജർമ്മനിയുടെ ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെ ഇറ്റലിയിൽ തൻ്റെ ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനവുമായി ബെനിറ്റോ മുസോളിനി അധികാരത്തിൽ വന്നിരുന്നു. 1920 തന്നെ മറ്റൊരു രൂപത്തിലുള്ള ഒരു ഫാസിസമായിരുന്നു അതേ സമയത്ത് തന്നെ ജപ്പാനിലുണ്ടായിരുന്നു. അമിതാധികാര ഏകാധിപത്യ വാഴ്ചയായിരുന്നു ജപ്പാനിലുണ്ടായിരുന്നു. ഇത് മൂന്നും ഏകദേശം ഒരു രൂപത്തിൽ സഖ്യകക്ഷി ആവാൻ വേണ്ടി പറ്റാവുന്നതായിരുന്നു. അവരെല്ലാം കൂടി ഒന്നിച്ചു. 1935 ഇറ്റലി അബിസീനിയ എന്ന് പറയുന്ന, അതായത് ഇന്നത്തെ എത്തോപ്യയെ ആക്രമിച്ചു. തുടർന്ന് അവർ വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ആക്രമണം നടത്താനുള്ള സംവിധാനങ്ങൾ ആലോചിച്ചു. ആ ആക്രമണങ്ങൾക്ക് ജർമ്മനി അവരുടെ സൈന്യത്തെ അയച്ചു കൊടുത്തു. അങ്ങനെ ജർമ്മനിയും ഇറ്റലിയും കൂടി ചേർന്ന് ആ മേഖലക്കകത്ത് വടക്കൻ ആഫ്രിക്കൻ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ സൈന്യത്തെ അയക്കുകയും അവിടെ എല്ലാം തങ്ങളുടെ അധീശത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഇപ്പുറത്താണെങ്കിൽ 1931 ജപ്പാൻ ചൈനയെ കടന്നാക്രമിച്ചു. മഞ്ചൂരിയ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖല ജപ്പാൻ കൈവശപ്പെടുത്തുകയും ചെയ്തു. 41 എല്ലാം ആകുമ്പോഴത്തേക്കും ബ്രിട്ടൻ ഒഴികെയുള്ള യൂറോപ്പിലെ ഏകദേശം എല്ലാ പ്രദേശത്തും ഹിറ്റ്ലർ തൻ്റെ സൈന്യത്തെ വിന്യസിച്ചു, അധീശത്വം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. 41 ജൂൺ ആകുമ്പോഴത്തേക്കും പിന്നെ ഹിറ്റ്ലറുടെ ലക്ഷ്യം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. 1941 ജൂണിൽ തൻ്റെ സൈന്യത്തെ സോവിയറ്റ് യൂണിയനെതിരായി ഹിറ്റ്ലർ അയച്ചു. 30 ലക്ഷം സൈനികരെയാണ് ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത്. ഒരു 3 മാസത്തിനുള്ളിൽ റഷ്യയിൽ അധിനിവേശം നടത്തി പൂർത്തിയാക്കി തിരിച്ചു പോരാം, അല്ലെങ്കിൽ അവിടെ ഭരണം സ്ഥാപിക്കാം എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ, ഹിറ്റ്ലറുടെ പ്രതീക്ഷ. സോവിയറ്റ് അധികാരമെല്ലാം തകർത്ത് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഹിറ്റ്ലർ അവിടെ ഈ യുദ്ധസന്നാഹങ്ങളെല്ലാം ഒരുക്കിയത്. ഇതോടെയാണ് ഫാസിസവും സോഷ്യലിസവും തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടം തുടങ്ങുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അഡോൾഫ് ഹിറ്റ്ലറുടെയും നാസി ജർമ്മനിയുടെയും പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സോവിയറ്റ് ചെമ്പട നടത്തിയ പോരാട്ടവും അതിന് സോവിയറ്റ് യൂണിയനിലെ ജനതയാകെ നൽകിയ വലിയ പിന്തുണയുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ്റെയും ജോസഫ് സ്റ്റാലിൻ്റെയും നേതൃത്വത്തിൽ സോവിയറ്റ് ജനത സഹിച്ച വീരോചിതമായ ത്യാഗങ്ങൾക്ക് സമാനമായ
ഒന്ന് മറ്റൊരു ജനതയും മറ്റൊരു രാജ്യവും ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ല. 1941 ജൂൺ 22 ജർമ്മൻ പട്ടാളം റഷ്യക്ക് നേരെ ആക്രമണം ആരംഭിക്കുന്നത്. ഓപ്പറേഷൻ ബാബറോസ എന്നായിരുന്നു അതിൻ്റെ പേര്. റഷ്യൻ ആക്രമണത്തിന് ഹിറ്റ്ലർ നൽകിയ പേര് ആ നിലയിലായിരുന്നു, ഓപ്പറേഷൻ ബാബറോസ. ആക്രമണം തുടങ്ങിയ ആഴ്ചക്കുള്ളിൽ തന്നെ നാസി സേന മോസ്കോയുടെ അടുത്ത് വരെ എത്തി. അവരെ ആധിപത്യം സൈന്യം കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം വലിയ നിലയിലേക്കുള്ള ഉപരോധം തീർക്കുകയും ചെയ്തു. മോസ്കോക്കടുത്ത് വെച്ച് മാത്രമാണ് മോസ്കോ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയന് ജർമ്മൻ സേനയെ പ്രതിരോധിക്കാനും കടന്നാക്രമിക്കാനും ചെറുക്കാനും എല്ലാം സാധിച്ചത്. അതുവരെ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. ലെനിൻഗ്രാഡിൽ, പഴയ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ 1941 വേനൽക്കാലത്ത് ഈ പറയുന്ന ജർമ്മനിയുടെ നാസി അധിനിവേശം ആരംഭിച്ച് ദിവസങ്ങൾക്കകം തന്നെ ജർമ്മൻ സൈന്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്രദേശങ്ങളിലും ഉപരോധം ഏർപ്പെടുത്തി. ഈ ഉപരോധം ഏകദേശം 3 വർഷം 900 ദിവസങ്ങളോളം നീണ്ടു നിന്നു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. 10 ലക്ഷം സാധാരണക്കാരാണ് ലെനിൻഗ്രാഡിൽ ഈ നാസി ഉപരോധ കാലത്ത് മരിച്ചു വീണതെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നാൽ ആ നഗരവും ആ ജനതയും ഹിറ്റ്ലറുടെ പട്ടാളത്തിന് മുന്നിൽ കീഴടങ്ങിയില്ല. നഗരത്തെ സംരക്ഷിക്കാനും ജർമ്മൻ സൈന്യത്തെ പ്രതിരോധിക്കാനും ഉപരോധത്തിനെതിരായിട്ടുമെല്ലാമായി ത്യാഗപൂർണവും ധീരോദാത്തവുമായ പോരാട്ടമാണ് റഷ്യൻ ജനത നടത്തിയത്. ആ പോരാട്ടത്തിൽ 3 ലക്ഷം സോവിയറ്റ് സൈനികരാണ് ജീവത്യാഗം ചെയ്തത്. 1942 ജൂലൈയിൽ നാസികൾ മറ്റൊരു യുദ്ധമുഖം കൂടി തുറന്നു. സ്റ്റാലിൻഗ്രാഡ് ആയിരുന്നു അവർ രണ്ടാമതായി ആക്രമിച്ചത്. അതായിരുന്നു അവരുടെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ജനറൽ വോൺ പൗലീസിൻ്റെ നേതൃത്വത്തിൽ 6 ലക്ഷം ജർമ്മൻ സൈനികരായിരുന്നു ലെനിൻഗ്രാഡ് ഉപരോധിക്കാനും ആക്രമിക്കാനും വേണ്ടി നിയോഗിക്കപ്പെട്ടത്. ചെമ്പട സർവശക്തിയും സമാഹരിച്ച് ഈ സൈന്യത്തിനെതിരായിട്ടുള്ള പ്രത്യാക്രമണം നടത്തി. 5 മാസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ജനറൽ പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള 6ാം സൈനിക ദളത്തെ ചെമ്പട ചുവപ്പ് സേന നാമാവശേഷമാക്കുകയും അവരെ കീഴടക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ആ യുദ്ധത്തിൻ്റെ അവസാനം. സ്റ്റാലിൻഗ്രാഡിലെ ചെമ്പടയുടെ വിജയം ലോകമഹായുദ്ധത്തിലെ 2ാം ലോകമഹായുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായി മാറുകയുണ്ടായി. സ്റ്റാലിൻഗ്രാഡിലെ പരാജയം ജർമ്മൻ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം എല്ലാം തകർത്ത സംഭവമായിരുന്നു. നഷ്ടപ്പെട്ട സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ ജർമ്മനി ശക്തമായ ആക്രമണം വീണ്ടും വെച്ചുവിട്ടു. ഓപ്പറേഷൻ സിറ്റാഡൽ എന്നായിരുന്നു ഈ ആക്രമണത്തിന് അവരിട്ട പേര്. ജർമ്മൻ സൈന്യം സോവിയറ്റ് യൂണിയൻ്റെ കിഴക്കൻ പ്രദേശമായ കുർക്കൂസ് വലിയ നിലയിലേക്ക് ആക്രമിച്ചു. അവിടുന്നാണ് ആ പ്രദേശത്തെ ആക്രമണം അവർ തുടങ്ങിയത്. 2ാം ലോക മഹായുദ്ധത്തിലെ ടേണിംഗ് പോയിൻ്റ് എന്നായിരുന്നു ഈ യുദ്ധത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1943 ജൂൺ 5 മുതൽ ആഗസ്റ്റ് 23 വരെ നീണ്ടുനിന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ടാങ്ക് യുദ്ധമായി മാറിയ പോരാട്ടത്തിനൊടുവിൽ ചുവപ്പ് സേന ജർമ്മൻ സൈന്യത്തെ തകർത്ത് കുർക്സിലെ യുദ്ധം വിജയിക്കുകയും കിഴക്കൻ യൂറോപ്പിൽ വിവിധ മേഖലകളിലേക്ക് മുന്നേറുകയും ചെയ്തു. അവിടെ സൈന്യത്തെ തകർത്ത് കിഴക്കൻ യൂറോപ്പിൻ്റെ വിവിധ മേഖലകളിലേക്ക് ചെമ്പട മുന്നേറുകയും ചെയ്യുന്ന നിലയുണ്ടായി. ആ മുന്നേറ്റത്തിനൊടുവിൽ ബെർലിൻ വരെ തൊഴിലാളികളുടെ ചെമ്പട എത്തി. ജർമ്മൻ പാർലമെൻറ്റ് മന്ദിരത്തിന് മുകളിൽ 1945 ഏപ്രിൽ 30 റൈഷ്ടാഗിന് മുകളിൽ മഹത്തായ ചെങ്കൊടി ചെമ്പട ഉയർത്തി. 45 മെയ് 8 അർദ്ധരാത്രി ബെർലിനിലെ സോവിയറ്റ് ആസ്ഥാനത്ത് ജർമ്മൻ ഫീൽഡ് മാർഷൽ വില്യം കെറ്റർ അൺകണ്ടീഷണൽ സറണ്ടർ, അതായത് യാതൊരു ഉപാധിയുമില്ലാത്ത നിരുപാധികമായ സമ്പൂർണമായ കീഴടങ്ങൽ കരാറിൽ ഒപ്പുവെച്ചു. സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രഞ്ച്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു കീഴടങ്ങൽ ചടങ്ങ്. സഖ്യകക്ഷികളുടെ കമാൻഡർമാർക്ക് മുന്നിൽ ആത്യന്തികമായി ജർമ്മനിയുടെ ഔപചാരികമായ കീഴടങ്ങൽ മെയ് 9 നടന്നത്. ഹിറ്റ്ലറുടെ നാസി ഭീകരതയുടെ ലോകം അത് ലക്ഷ്യമിട്ടത് ലോകം മുഴുവൻ അധിനിവേശം നടത്തുക എന്നുള്ളതായിരുന്നു. അവരുടെ അധിനിവേശ ശ്രമങ്ങൾക്കും യുദ്ധത്തിനുമെല്ലാം എതിരായി സോവിയറ്റ് ജനത നടത്തിയ 4 വർഷം നീണ്ട മഹത്തായ ദേശാഭിമാനിപരമായ യുദ്ധത്തിലെ ത്യാഗങ്ങളും സഹനങ്ങളും അതിജീവനങ്ങളും നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി പോലും കഴിയാത്തവയായിരുന്നു. യുദ്ധത്തിൽ ലോകത്താകെ 2 പക്ഷത്തുമായി മരിച്ചു വീണത് മൊത്തം 5 കോടി മനുഷ്യരാണ്. അതിൽ 2.66 കോടിയും സോവിയറ്റ് സൈനികരോ സോവിയറ്റ് പൗരന്മാരോ ആയിരുന്നു. സോവിയറ്റ് യൂണിയൻ ഇത്രയും ആൾനാശം ഉണ്ടാകാനുള്ള കാരണം
നാസികൾ ഫ്രാൻസ്, ബെൽജിയം, ഡെൻമാർക്ക്, നെതർലാൻഡ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അധിനിവേശം നടത്തിയിരുന്നെങ്കിലും അവിടങ്ങളിലൊന്നും കൂട്ടക്കൊലകളോ സാധാരണ മനുഷ്യരെ കൊല്ലലോ ഒന്നും അവർ ചെയ്തിരുന്നില്ല. നാസികളുടെ ഒരു കപട വംശ സിദ്ധാന്തം അനുസരിച്ച് ജൂതന്മാരെ തുടച്ചു നീക്കണം. റഷ്യ അടക്കമുള്ള സോവിയറ്റ് ജനതയെ മനുഷ്യരായി പരിഗണിക്കാനേ പാടില്ല. ഇതായിരുന്നു സോവിയറ്റ് അധിനിവേശ മേഖലകളിൽ ജർമ്മൻ സൈന്യം റഷ്യൻ ജനതയെ കൂട്ടക്കൊലകൾക്കും നാടുകടത്തലുകൾക്കും എല്ലാം വിധേയമാക്കുന്നതിനുള്ള സിദ്ധാന്തം ഇതായിരുന്നു. തടവുകാരായി പിടികൂടിയവരെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലുകയായിരുന്നു ഫാസിസ്റ്റ് സൈന്യം ചെയ്തത്. ആശുപത്രികളിൽ കുട്ടികൾക്കും മനുഷ്യർക്കുമെല്ലാം ചികിത്സ നിഷേധിച്ചു. സ്കൂളുകളിൽ കുട്ടികളെ ജീവനോടെ കത്തിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. 60 ലക്ഷം ജൂതന്മാരാണ് ജർമ്മനിയിൽ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ, തടങ്കൽ പാളയങ്ങളിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് സമാനമായ നിലയിലേക്കുള്ള ഭീകരതയാണ് സോവിയറ്റ് യൂണിയനകത്ത് ഈ നാസി പട്ടാളം ചെയ്തു കൂട്ടിയത്. ജർമ്മനി തടവുകാരായി പിടിച്ച 57 ലക്ഷം റഷ്യക്കാരിൽ 33 ലക്ഷം പേരെയും നാസി പട കൊന്നുകളഞ്ഞു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. ഹിറ്റ്ലറുടെ ജർമ്മൻ നാസി സൈന്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ സോവിയറ്റ് ജമ്പടയും സോവിയറ്റ് ജനതയും കാട്ടിയ ഇത്രയും മഹത്തായ വാമ്പിച്ച ത്യാഗവും ധീരതയും മനക്കരുത്തും അവരുടെ അഗാധമായ ദേശാഭിമാന ബോധത്തിൻ്റെ അടിത്തറയിലായിരുന്നു രൂപപ്പെട്ടിരുന്നതും പ്രയോഗിച്ചതും. യുദ്ധം സോവിയറ്റ് ജനതയിൽ വലിയ നിലയിലേക്കുള്ള ദേശാഭിമാന ബോധമാണ് ആളിക്കത്തിച്ചത്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഈ പറയുന്ന വീരോചിതമായ യുദ്ധം നടത്താനും പൊരുതി നിൽക്കാനും ഒക്കെയുള്ള ഉൾക്കരുത്ത് അവർ ആർജിച്ചത് അവർ തങ്ങളുടെ സ്വന്തമായി കണ്ട സോഷ്യലിസ്റ്റ് സംവിധാനത്തിലുള്ള ആഴത്തിലുള്ള അവരുടെ വിശ്വാസം നിന്നായിരുന്നു. സോവിയറ്റ് യൂണിയനിലെ കേന്ദ്രീകൃതമായ സാമ്പത്തിക ആസൂത്രണ സംവിധാനം വഴി യുദ്ധത്തിൽ തകർന്ന ഉൽപ്പാദന സന്നാഹങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും എല്ലാം പുനർനിർമ്മിക്കാൻ സോവിയറ്റ് റഷ്യക്ക് കഴിഞ്ഞു. അത് ഈ ആസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നു. സോഷ്യലിസ്റ്റ് സമ്പദ്ഘടനയുടെ ആസൂത്രണത്തിൻ്റെ ഏറ്റവും മികവായിരുന്നു പെട്ടെന്ന് അവർക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. അതിനിടയിൽ തന്നെ യുദ്ധകാലഘട്ടങ്ങളിലും ഈ ആക്രമണത്തിൻ്റെ കാലത്തും എല്ലാം ഫാക്ടറികളും ഉൽപ്പാദന കേന്ദ്രങ്ങളും എല്ലാം രാജ്യത്തിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് അവർക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു. ആയുധങ്ങൾ വേഗത്തിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റാവുന്ന പ്രദേശങ്ങൾ ഉൾഗ്രാമങ്ങളിൽ തന്നെ സംവിധാനങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വന്നു. ആ നിലയിലേക്ക് സോവിയറ്റ് റഷ്യക്ക് ഒരു ഭാഗത്ത് നാസി സൈന്യത്തെ പ്രതിരോധിക്കാനും അതോടൊപ്പം തന്നെ തകർത്ത് ഇട്ടിട്ടുള്ള ഈ സംവിധാനങ്ങളെ പുനർനിശ്ചയിക്കാനും വലിയ നിലയിലേക്ക് ഇടപെടേണ്ടി വന്നു എന്നുള്ളതാണ് അക്കാലത്തെ പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധം ഫാസിസത്തിനെതിരായ യുദ്ധമായിരുന്നു. യഥാർത്ഥത്തിൽ പരസ്പര സംഘർഷത്തിലുള്ള രാജ്യങ്ങളും താല്പര്യങ്ങളും തമ്മിലുള്ള ഒരു കേവല യുദ്ധം അല്ലായിരുന്നു എന്നർത്ഥം. അതോടൊപ്പം തന്നെ അതൊരു പ്രത്യയശാസ്ത്ര യുദ്ധം കൂടിയായിരുന്നു. പ്രശസ്തനായ മാർക്സിസ്റ്റ് ചിത്രകാരൻ എറിക് ഫോപ്സൺ പറയുന്നത് പോലെ യൂറോപ്പിനെ സംബന്ധിച്ച് അതൊരു പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കാണാം. ഒരു വശത്ത് റഷ്യൻ വിപ്ലവം ഉൾപ്പെടെയുള്ള വിപ്ലവങ്ങളുടെയും പ്രതിബദ്ധതയുടെയും നവോത്ഥാനത്തിൻ്റെയും എല്ലാം അവകാശികളും, മറുഭാഗത്ത് പ്രബുദ്ധതയുടെ എല്ലാ മൂല്യങ്ങളെയും നവോത്ഥാനത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും എതിർക്കുന്ന പിന്തിരിപ്പന്മാരും അണിനിരന്ന ഒരു യുദ്ധമായിരുന്നു ഇത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏഷ്യയിലെ സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു. ജപ്പാൻ്റെ സാമ്രാജ്യത്വ അധിനിവേശം ചൈന മുതൽ ബർമ്മ വരെ അക്കാലത്ത് നീണ്ടു. ജപ്പാൻ്റെ അധിനിവേശത്തിന് മുമ്പ് തന്നെ തെക്കുകിഴക്കൻ ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളിലും യൂറോപ്യൻ ശക്തികളുടെ കോളനി ഭരണ വ്യാപകമായ നിലയിലേക്ക് ഉണ്ടായിരുന്നു. ജപ്പാൻ്റെ കടന്നാക്രമണത്തിനും അധിനിവേശത്തിനും എതിരായ പോരാട്ടം പല രാജ്യങ്ങളിലും ദേശീയ വിമോചന പോരാട്ടത്തിൻ്റെ രൂപം കൈവരിക്കുന്ന നിലയുണ്ടായി. ഇത് ജപ്പാനെതിരെ ഉള്ള ഒരു സമരം മാത്രമായി ഒതുങ്ങാതെ പഴയ കൊളോണിയൽ ശക്തികൾക്കെതിരായ പോരാട്ടമായി ഘട്ടം ഘട്ടമായി വളർന്നു വന്നു എന്നുള്ളതായിരുന്നു അക്കാലത്തെ ഏഷ്യയിലെ അനുഭവം എന്ന് പറയുന്നത്. യൂറോപ്യൻ ശക്തികൾ അവരുടെ സ്വാധീന മേഖല ഇങ്ങനെ വിപുലീകരിച്ചു കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് വിയറ്റ്നാമിൽ ഫ്രഞ്ച് കോളനി ഭരണത്തിനെതിരായിട്ടുള്ള വലിയ ജനകീയ മുന്നേറ്റം രൂപപ്പെടുന്നതും മുന്നോട്ട് പോകുന്നതും. ഇപ്പുറത്ത് ചൈനയിൽ അർദ്ധ കോളനി പദവിക്ക് അന്ത്യം കുറിക്കാനുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് ചൈനീസ് ജനതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം നേതൃത്വം കൊടുത്തു. ലോകമെമ്പാടും ഫാസിസത്തിനെതിരായ യുദ്ധത്തിൻ്റെ മുന്നണിയിൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ തങ്ങളുടെ കരുത്ത് വ്യത്യസ്തമായ നിലയിലായിരുന്നുവെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ അതിശക്തമായി ഫാസിസത്തിനെതിരായി നിലകൊള്ളുന്ന നിലയുണ്ടായി. ഫ്രാൻസിലും ഗ്രീസിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും നാസി അധിനിവേശത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളിൽ
കമ്മ്യൂണിസ്റ്റുകാർ മുൻപന്തിയിൽ നിന്നു. ഇറ്റലിയിൽ മുസോളിനിയുടെ ഏകാധിപത്യത്തിനെതിരായുള്ള പോരാട്ടത്തിലും 10,000-ങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളികളായി അക്കാലത്ത് മാറിയത്. പിന്നീട് യുഗോസ്ലാവിയായി മാറിയ സെർബിയയിലും ബാൽക്കൻ മേഖലയിലെ മറ്റു പ്രദേശങ്ങളിലുമെല്ലാം ടിറ്റോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സഖ്യമാണ് നാസി അധിനിവേശത്തെ പ്രതിരോധിക്കുകയും തകർക്കുകയും എല്ലാം ചെയ്തത്. ടിറ്റോ പിന്നീട് യുഗോസ്ലാവിയയുടെ പ്രധാനമന്ത്രിയായി, പ്രസിഡന്റായി ആ മേഖലക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രത്തലവന്മാരുടെ സാന്നിധ്യമായി അദ്ദേഹം മാറുകയുണ്ടായി. ചൈനയിലും വിയറ്റ്നാമിലും കൊറിയയിലും അവിടങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ സായുധ സേനകളും ജനങ്ങളുമെല്ലാം ചേർന്ന് ജപ്പാന്റെ കടന്നാക്രമണത്തിനെതിരായി വിജയകരമായ യുദ്ധം നടത്തുകയുണ്ടായി. 45 ആഗസ്റ്റോടുകൂടി സോവിയറ്റ് സേന മഞ്ചൂരിയയിലും ഏഷ്യയിലുമെല്ലാം ജപ്പാനീസ് സേനയെ പരാജയപ്പെടുത്തുന്ന നിലയിലേക്കുള്ള മുന്നേറ്റം നടത്തി. ഇത് ജപ്പാന്റെ അധപ്പതനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. മഞ്ചൂരിയ ഏഷ്യയുടെ വടക്കുകിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തന്ത്രപ്രധാനമായ മേഖലയായിരുന്നു. രാജ്യതന്ത്രപരമായും സാമ്പത്തികമായും സൈനികമായും എല്ലാം 20-ാം നൂറ്റാണ്ടിലെ ആഗോള രാഷ്ട്രീയത്തിൽ അത്യന്തം പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഈ പറയുന്ന മഞ്ചൂരിയ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ചൈന, ജപ്പാൻ, റഷ്യ, സോവിയറ്റ് യൂണിയൻ ഈ രാജ്യങ്ങളെല്ലാം കൂടി ഉള്ള ഇവ തമ്മിലുള്ള സംഘർഷങ്ങളുടെയും പോരാട്ടങ്ങളുടെയും എല്ലാം കേന്ദ്രമായിരുന്നു മഞ്ചൂരിയ എന്നർത്ഥം. ഫാസിസത്തിനെതിരായ വിജയം ദേശീയ വിമോചന പോരാട്ടങ്ങളുടെ ഒരു വലിയ പ്രവാഹത്തിനാണ് അക്കാലത്ത് വഴിയൊരുക്കിയത്, സാഹചര്യം ഉണ്ടാക്കിയത്. അത് പഴയ മാതൃകയിലുള്ള എല്ലാ കൊളോണിയലിസത്തിനും അന്ത്യം കുറിച്ചു. യൂറോപ്പിലാകെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ശക്തികൾക്ക് രാഷ്ട്രീയ പ്രാമുഖ്യം ലഭിക്കുന്ന സാഹചര്യം ഇതിനെ തുടർന്നുണ്ടായി. പാശ്ചാത്യ ശക്തികളിൽ ഇതെല്ലാം കൂടി വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ഈ ആശങ്ക സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള പോരാട്ടത്തിന് കളമൊരുക്കുന്ന നിലയിലേക്ക് മാറി എന്നുള്ളതാണ് 2-ാം ലോക മഹായുദ്ധാനന്തരം സോഷ്യലിസ്റ്റ് ലോകവും മുതലാളിത്ത ലോകവും തമ്മിലുള്ള വലിയ സംഘർഷങ്ങളുടെ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുത്തത്. ഫാസിസത്തിനെതിരായ യുദ്ധത്തിലെ വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഴയ സഖ്യശക്തികളെ വലിയ ആഹ്ലാദഭരിതരൊന്നും ആക്കിയില്ല. പിന്നീട് ഈ പഴയ സഖ്യശക്തികളാണ് സോവിയറ്റ് യൂണിയനെതിരായി, സോഷ്യലിസത്തിനെതിരായി ശീതയുദ്ധം, സാമ്രാജ്യത്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള ശീതയുദ്ധത്തിനെല്ലാം വലിയ നേതൃത്വം കൊടുത്തത്. ആശയപരമായ ഭിന്നതയുടെ വലിയ നിലയിലേക്കുള്ള ശത്രുതയിലേക്ക് ഈ രണ്ട് ചേരിയും മാറുന്ന സാഹചര്യവും ഈ പറയുന്ന 2-ാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായി. അന്നു മുതൽ പാശ്ചാത്യർ ഫാസിസത്തിനെതിരായിട്ടുള്ള 2-ാം ലോക മഹായുദ്ധത്തിലെ വിജയത്തിൽ സോവിയറ്റ് യൂണിയനോടൊപ്പം പങ്കുചേരാറില്ല. സോവിയറ്റ് യൂണിയൻ്റെ പങ്കിനെ ചെറുതാക്കി കാണാൻ അവർ നിരന്തരമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള പ്രചരണം അവർ സംഘടിപ്പിച്ചു. ജർമ്മനി എന്ന ഏകാധിപത്യ സംവിധാനത്തിനെതിരായി പൊരുതിയ മറ്റൊരു ഏകാധിപത്യ സംവിധാനമായി സോവിയറ്റ് യൂണിയനെ അവർ ചിത്രീകരിക്കുന്ന നില വരെ ഉണ്ടായി. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം യൂറോപ്യൻ പാർലമെൻറ്റിലെ ഏതാനും കിഴക്കൻ യൂറോപ്യൻ സർക്കാരുകൾ നാസിസത്തെയും കമ്മ്യൂണിസത്തെയും ഇരട്ട തിന്മകൾ എന്ന നിലയിലേക്ക് തുലനം ചെയ്യുന്ന സ്ഥിതി വരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണം എത്തി. അത് ഇന്നും വിവിധ നിലകളിലായിട്ട് അവർ തുടരുക തന്നെയാണ്. ഫാസിസത്തിനെതിരായി പൊരുതി മരിച്ച ദശലക്ഷക്കണക്കായ ധീരരായ സോഷ്യലിസ്റ്റ് പോരാളികളുടെയും യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് സഖ്യ സേനാംഗങ്ങളുടെയും എല്ലാം സ്മരണകളെ ഇതിൽ കൂടുതൽ അപമാനിക്കാൻ ഈ ശക്തികൾക്ക് ഇനി മറ്റൊരു പ്രചരണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ആ നിലയിലേക്കുള്ള പ്രചാരണങ്ങളായിരുന്നു ഈ പറഞ്ഞ നിലയിൽ അവർ നടത്തിക്കൊണ്ടിരുന്നതും ഇപ്പോഴും നടത്തുന്നതും. ഫാസിസത്തിനെതിരായ വിജയത്തിൻ്റെ ഒരു 4.5 പതിറ്റാണ്ടെല്ലാം കഴിയുമ്പോഴേക്കും 1990-കളോടുകൂടി സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയാവുകയാണ്. പക്ഷേ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള തൊട്ടടുത്ത കാലങ്ങളിലെല്ലാം സോവിയറ്റ് യൂണിയൻ്റെ ഒരു അന്തസ് എന്ന് പറയുന്നത് അത് ഏറ്റവും ഉയരത്തിൽ, ലോകത്ത് അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു കാലമായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ ഒരു സ്ഥാനമെന്ന് പറയുന്നത്. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ചേരിയിലേക്ക് അണിനിരന്നത് പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. ചൈനയിൽ വിപ്ലവത്തിൻ്റെ വിജയം അതിപ്രധാനമായ മറ്റൊരു സംഭവമായിരുന്നു. ഉത്തര കൊറിയയിലും വിയറ്റ്നാമിലും അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് സർക്കാരുകളുടെ രൂപീകരണം ഇതേപോലെ ഉണ്ടായതും പ്രധാനപ്പെട്ടൊരു സംഭവങ്ങളായിരുന്നു. ദേശീയ വിമോചന പോരാട്ടങ്ങളുടെ പ്രവാഹം വലിയ നിലയിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിൽ സോഷ്യലിസ്റ്റ് പുരോഗമന ദേശീയ വിമോചന ശക്തികൾക്കുണ്ടായ വിജയങ്ങൾ വലിയ മേൽക്കൈയും ആവേശവും ലോകത്താകെ ഉണ്ടാക്കി എന്നുള്ളതാണ്
മറ്റ് രാജ്യങ്ങളിൽ, മൂന്നാം ലോക രാജ്യങ്ങളിൽ ഇതുണ്ടാക്കിയ പ്രതിഫലനം എന്ന് പറയുന്നത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്നും അത് തകരാനുണ്ടായ കാരണം എന്താണെന്നും പരിശോധിക്കുമ്പം രണ്ടാം ലോക മഹായുദ്ധവും ഫാസിസത്തിന് മുകളിൽ വിജയപതാക പാറിക്കാൻ നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായി സോവിയറ്റ് യൂണിയന് സഹിക്കേണ്ടി വന്ന വലിയ കഷ്ടനഷ്ടങ്ങളെല്ലാം ഈ പറഞ്ഞ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന്, ഇല്ലാതാവുന്നതിൻ്റെ കാരണമായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നാസി യുദ്ധ സൈന്യത്തെ, അതിൻ്റെ സംവിധാനങ്ങളെ തകർക്കാൻ സോവിയറ്റ് യൂണിയൻ നൽകിയ മഹത്തായ സംഭാവന അവരുടെ സമ്പദ്ഘടനക്കും സമൂഹത്തിനും കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത്. ജനസംഖ്യയിൽ ഏകദേശം 14% തുടച്ചു നീക്കപ്പെട്ടത്. യുവജനത അവരുടെ ഒരു തലമുറക്ക് തന്നെ വലിയ കഷ്ടങ്ങളും ത്യാഗങ്ങളും എല്ലാം സഹിക്കേണ്ടി വന്നു. വ്യാവസായിക കേന്ദ്രങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം വലിയ നിലയിലായിരുന്നു അക്കാലത്ത് തകർന്ന് തരിപ്പണമായി പോയത്. യുദ്ധത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ വിപുലമായ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ സോവിയറ്റ് യൂണിയൻ തിരിച്ചു കയറിയെങ്കിലും ലോകത്തെ പ്രഥമ സോഷ്യലിസ്റ്റ് രാജ്യത്തിന് ഏൽക്കേണ്ടി വന്ന യുദ്ധക്കെടുതികൾ വിവരണാതീതമായിരുന്നു, വളരെ വലുതായിരുന്നു. ഒരു വശത്ത് പ്രധാന സാമ്രാജ്യത്വ എതിരാളിയായ അമേരിക്കയുടെ മണ്ണ് യുദ്ധത്തിന് വേദിയായിരുന്നില്ല. സോവിയറ്റ് യൂണിയനാണ് ഇത്രയും നഷ്ടങ്ങളും എല്ലാം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു മറുപുറം പരിശോധിച്ചാൽ സാമ്രാജ്യത്വ ശക്തികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മണ്ണ് യുദ്ധത്തിന് വേദിയായില്ല, ദേശീയയെ ചെയ്തിരുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ സാമ്രാജ്യത്വ രാഷ്ട്രമെന്ന പദവി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് തന്നെ ലഭിക്കുകയാണ്. 25 വർഷം നീണ്ട 1947 മുതൽ 73 വരെ ലോകത്ത് മുതലാളിത്തത്തിൻ്റെ സുവർണകാലം എന്നാണ് പറയുക. ആ സുവർണകാലത്തിൻ്റേതായ എല്ലാ നേട്ടങ്ങളും അമേരിക്കയ്ക്ക് കാലത്ത് സ്വായത്തമാക്കാൻ വേണ്ടി കഴിഞ്ഞു. മുതലാളിത്ത ക്രമത്തിൻ്റെ വലിയ വളർച്ചയ്ക്ക് ഇത് ലോകത്താകെ സഹായകമായി. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് അമേരിക്കയ്ക്ക് തന്നെ ലഭിക്കുന്ന നിലയുണ്ടായി. സോവിയറ്റ് യൂണിയൻ ക്രമേണ ദുർബലമായതിനും തകർന്നതിനും മറ്റൊട്ടേറെ കാരണങ്ങളുണ്ടായിരുന്നു. പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവും സംഘടനാപരവും സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെ ധാരാളം കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യുദ്ധത്തിൻ്റെ വിനാശകരമായ പ്രത്യാഘാതവും അതിൻ്റെ അനന്തരഫലവും ഇക്കാര്യങ്ങളെക്കാളെല്ലാം പ്രാധാന്യമുള്ളത് തന്നെയായിരുന്നു. ലോകം ഫാസിസത്തിനെതിരായ യുദ്ധത്തിൻ്റെ 80ാം വാർഷികം ആഘോഷിക്കുമ്പോഴും വിവിധ രാജ്യങ്ങൾക്കിടയിൽ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ ഭിന്നതകൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പഴയ ഈ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ വിജയം നേടിയ സഖ്യകക്ഷികളിൽ ഉൾപ്പെടെ ഈ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഭിന്നത അതിശക്തമായ നിലയിൽ തുടരുകയാണ്. ഇപ്പോൾ മുതലാളിത്ത ശക്തിയായി മാറിയിട്ടുള്ള റഷ്യ ത്യാഗത്തിൻ്റെയും അവരുടെ പോരാട്ടങ്ങളുടെയും എല്ലാം പാരമ്പര്യത്തെ ഓർത്തുകൊണ്ട് എല്ലാ അന്തസ്സോടും കൂടി ഈ വിജയത്തിൻ്റെ വാർഷികം എല്ലാ വർഷവും ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം മുമ്പേ 70ാം വാർഷികം അത്യുജ്വലമായ നിലയിലേക്കാണ് അവർ ആഘോഷിച്ചത്. പക്ഷേ പഴയ സഖ്യകക്ഷികളായ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊന്നും ഇതിൽ പങ്കുകൊണ്ടില്ല. അതിൻ്റെ നേതാക്കന്മാരൊന്നും പങ്കുകൊണ്ടില്ല. മോസ്കോയിൽ നടന്ന വലിയ സൈനിക പരേഡ് വളരെ ആഘോഷമായിട്ടായിരുന്നു റഷ്യ 10 വർഷം മുമ്പേ സംഘടിപ്പിച്ചത്. പക്ഷേ ഇവരാരും വന്നില്ല. പാശ്ചാത്യ ശക്തികളുടെ ഈ ബഹിഷ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അവർ പറഞ്ഞിരുന്നത് ഉക്രൈനിലെ പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന രണ്ട് ചേരികൾ തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഭിന്നിപ്പ്, എതിർപ്പ്, ശത്രുത ഇതൊന്നും ഇപ്പോഴും കുറഞ്ഞില്ല എന്നാണ് അത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്നാൽ ഇതിന് പകരമായി റഷ്യയും ചൈനയും 2015 70ാം വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കുകയുണ്ടായി. മോസ്കോയിൽ നടന്ന പരേഡിൽ ചൈനീസ് പ്രസിഡന്റ് പങ്കെടുത്തു. വിജയാഘോഷങ്ങളുടെ ഭാഗമായി ചൈന സംഘടിപ്പിച്ച പരേഡിൽ പ്രസിഡന്റ് പുടിനും പങ്കെടുക്കുകയുണ്ടായി. മാനവരാശിയെ ഫാസിസ്റ്റ് വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാ ജനാധിപത്യ ശക്തികളും എത്ര വലിയ ത്യാഗമാണ് ചെയ്തതെന്ന് സ്മരിക്കാനുള്ള അവസരമായിരുന്നു ഫാസിസത്തിന് മുകളിൽ മനുഷ്യത്വം വെന്നിക്കൊടി നാട്ടിയ രണ്ടാം ലോക മഹായുദ്ധ വിജയത്തിൻ്റെ വാർഷികം എന്നത്. ആവേശകരമായ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും എല്ലാമായിട്ടുള്ള ആ പോരാട്ടങ്ങളുടെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള അവസരമായിട്ടാണ് സോഷ്യലിസത്തിൻ്റെ പാത പിന്തുടരുന്ന മനുഷ്യരും രാഷ്ട്രങ്ങളുമെല്ലാം ഈ ആഘോഷങ്ങളെ കണ്ടതും ആഘോഷിച്ചതും. ലോകത്തെ ആകെ ഗ്രസിച്ചിട്ടുള്ള ഫാസിസ്റ്റ് ഭീഷണി വമ്പിച്ച നാശം വരുത്തിയിട്ടാണ് ഒടുങ്ങിയിട്ടുള്ളത് എന്ന്
30 മുതൽ 45 വരെയുള്ള ലോകത്തിൻ്റെ ചരിത്രം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ സാമ്രാജ്യത്വവും കവർച്ച സ്വഭാവത്തിലുള്ള കുത്തക മുതലാളിത്തവും ഇന്നും ഭീകര രൂപം പൂണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വ്യതിയാനങ്ങൾക്ക് വിധേയമായ നവഫാസിസത്തിൻ്റെ, അതായത് അക്കാലത്തുള്ളതല്ല, പഴയ കാലത്തുള്ളതല്ല, ക്ലാസിക്കൽ മാർക്സിസത്തിന് വ്യത്യസ്തമായി മാറിയിട്ടുള്ള നവഫാസിസത്തിൻ്റെ ഫാസിസ്റ്റ് വിത്തുകൾ ഇടയ്ക്കിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും 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 പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ്. 1970 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 70 ചിലിയിൽ കേണൽ പെനാച്ചോയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടം അധികാരത്തിൽ വരുന്നത്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ സഹായത്തോടുകൂടി പിനാച്ചയുടെ സർക്കാർ ചിലിയിൽ സാൽവദോർ അലൻഡയുടെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വരുന്നത്. ഗ്രീസിൽ ഗോൾഡൻ ഡോൺ എന്ന് പറയുന്ന നവനാസി പ്രസ്ഥാനം വലിയ നിലയിലേക്കുള്ള മുന്നേറ്റം നടത്തുകയുണ്ടായി. യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. അതോടൊപ്പം തന്നെ ISIS ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പിന്തിരിപ്പൻ മതമൗലികവാദ വംശീയ പ്രസ്ഥാനങ്ങൾക്കകത്തും ഈ ഫാസിസത്തിൻ്റെ സമകാലീനമായ വേരുകളും അംശങ്ങളുമെല്ലാം വലിയ നിലയിൽ അടങ്ങിയിരിക്കുകയാണ്. ഫാസിസത്തിനെതിരായ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ചവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി അത്തരം ശക്തികളെ വീണ്ടും തലപൊക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കലാണ്. ലോകത്തിൻ്റെ ജനാധിപത്യവും മാന്യമായി ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശവും ഒരു ശക്തികൾക്ക് മുന്നിലും അടിയറ വയ്ക്കില്ല എന്നതാണ്. സാമ്രാജ്യത്വ ആഗോളവൽക്കരണത്തിൻ്റെ ഭ്രാന്തമായ നടത്തിപ്പിലൂടെ മനുഷ്യത്വരഹിതമായ ചൂഷണം നടത്തുന്ന കോർപ്പറേറ്റ് കുത്തകകളുടെ ചൂഷണത്തിൽ നിന്ന് മനുഷ്യരാശിയെ ആകെ മോചിപ്പിക്കാനുള്ള അധ്വാനിക്കുന്നവരുടെ പടയണി ശക്തിപ്പെടുത്തുകയാണ് ഈ വാർഷികാഘോഷങ്ങൾ നടക്കുമ്പോൾ അധ്വാനിക്കുന്നവർക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. നമ്മുടെ രാജ്യത്തെയും ജനങ്ങളെയും കോർപ്പറേറ്റുകൾക്ക് കൂലി അടിമകളാക്കാൻ എറിഞ്ഞു കൊടുക്കുന്ന നവഫാസിസ്റ്റ് പ്രവണതകൾ തീവ്രമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മോദി കോർപ്പറേറ്റ് സംഘപരിവാർ ശക്തികളിൽ നിന്ന് ഈ നാടിനെയും ജനങ്ങളെയും സംരക്ഷിച്ചു നിർത്തുമെന്ന പ്രതിജ്ഞയാണ് ഈ വാർഷിക ആഘോഷങ്ങളുടെ ഫാസിസത്തിന് മുകളിൽ ചെമ്പട നേടിയ അത്യുജ്വലമായ വിജയത്തിൻ്റെ 80ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം പുതുക്കുന്ന പ്രതിജ്ഞ എന്നത്.